ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ജെൻസിൻ്റെ 10ാം ക്ലാസ്സിൽ പാസ് ഔട്ടായിട്ട് 25 വർഷം തികഞ്ഞിരിക്കുകയാണ്. അവർ 2000 ബാച്ചായിരുന്നു. അപ്പം ജെൻസിൻ്റെ ക്ലാസ്സിലെ കുറേ പേരുമായിട്ട് അല്ലെങ്കിൽ കുറേ പേരൊക്കെ ആയിട്ട് നമ്മളൊരു മീറ്റപ്പാണ്. അപ്പോൾ KTDC കുമരകത്താണ് അവരത് അറേഞ്ച് ചെയ്തിരുന്നത്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തത് നമ്മുടെ ലൂയിസും നമ്മുടെ അപ്പു, അതായത് അരവിന്ദും, പിന്നെ വേറെ കുറച്ച് പേര് കൂടിയിട്ടായിരുന്നു കേട്ടോ. വളരെ മനോഹരമായ ഒരു ഈവനിങ് ആയിരുന്നു ഇത്. ഞങ്ങളൊരു 6 മണിയോടെയൊക്കെ 6-6:30 ഞങ്ങൾ മീറ്റപ്പ് ചെയ്തു. അപ്പോൾ ജെൻസിൻ്റെ കുറേ ക്ലാസ്മേറ്റ്സ് വന്നിട്ട് കുറേ ക്ലാസ്മേറ്റ്സ് 42 പേരിൽ എനിക്കതിന് 13-12 പേർക്ക് വരാൻ പറ്റിയെന്ന് തോന്നുന്നു. കുറേ പേര് പുറത്താണ് ഇപ്പോഴും, അതായത് കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യയുടെ പുറത്തൊക്കെ ആയിട്ട് താമസിക്കുന്നവരാണ്. അപ്പോൾ വരാൻ സാധിച്ചവർക്കൊക്കെ വന്നു. അവരുടെ ഫാമിലീസുമായിട്ടാണ് വന്നത്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു ഇത് കാണാനായിട്ട്. അപ്പം അരവിന്ദ്, അത് നമ്മുടെ അപ്പു, ഇതാണ് അപ്പു ചായയും പഴംപൊളിയും ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഓരോരുത്തർ വരുന്നു. ഇവരുടെ ടീച്ചറായിരുന്നു, ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു സിസ്റ്റർ ഡാഫ്നി, വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സിസ്റ്ററും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരെയും കാണാൻ. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു. ഇപ്പോൾ എന്നെപ്പോലെ സ്പൗസായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. എനിക്ക് പക്ഷേ ചിപ്പിയും ഗീതുവിനെയും ഇതിന് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ബാക്കി കുറച്ച് പേരെയൊക്കെ ഞാൻ അന്നാണ് പരിചയപ്പെട്ടത്. പൂനത്തെ എനിക്ക് നേരത്തെ അറിയാം, പക്ഷേ പൂനത്തെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടെന്നാണ്. പിന്നെ ജെൻസിൻ്റെ ഫ്രണ്ട്സായ, അതായത് ഈ ചിപ്പിയുടെ ഹസ്ബൻഡ് ഷെമിലും ഗീതുവിൻ്റെ ഹസ്ബൻഡായ മെൽവിനും, ഇവരെയൊക്കെ നമ്മൾ മാക്സിമം എല്ലാ വർഷവും നാട്ടിൽ വരുമ്പം കാണാൻ ശ്രമിക്കുന്ന ആളുകളിൽ പെട്ടവരാണ് കേട്ടോ. പ്രത്യേകമായിട്ട് നമ്മൾ ഷെമിലിനെയും ചിപ്പിയെയും കാണാറുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ്, ഡെൻ്റൽ ക്ലിനിക്ക് നടത്തുന്നതാണ്. മൈ സ്മൈൽ എന്നും പറഞ്ഞുകൊണ്ട് കാരിത്താസിൻ്റെ അവിടെയും കിടങ്ങൂരും നടത്തുന്നവരാണ് കേട്ടോ. ഇതാണ് ഡോക്ടർ ഷെമിൽ. ഊഞ്ഞാലാടുന്നതേ ഉള്ളൂ, നല്ല കഴിവുള്ള അടിപൊളി ഡോക്ടറാണ് കേട്ടോ. അങ്ങനെ അവിടെ സൺസെറ്റൊക്കെ കഴിഞ്ഞ്, അപ്പോൾ അവിടുത്തെ ആ സൺസെറ്റിൻ്റെ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു ഹോള് ബുക്ക് ചെയ്തിരുന്നു അവർ. അപ്പോൾ ആ ഹോള് ബുക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ മൂവ് ചെയ്തു. എല്ലാവരും റൗണ്ടിലിരുന്നു. നമ്മൾ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ റൗണ്ട് പോലെയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ലൂയിസാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലൂയിസ് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി. കാരണം ഇവർക്ക് ക്ലാസ്മേറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാമെങ്കിലും അവരുടെ സ്പോസസും കുഞ്ഞുങ്ങളെയൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഡാഫ്നി സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു പ്രെയർ സോങ് ഒക്കെ പാടി പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കി. അതായത് എല്ലാവരുടെ സ്കൂളിലെ ഓർമ്മകൾ കേട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവരുടെ ഓർമ്മകളും ഞാൻ എൻ്റെ പണ്ടത്തെ സ്കൂളിലെ ഓർമ്മകളൊക്കെ അയവിറക്കി. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എനിക്ക് എൻ്റെ പണ്ടത്തെ സ്കൂളിലെ ക്ലാസ്മേറ്റ്സിനൊക്കെ മീറ്റപ്പ് ചെയ്യണമെന്നൊക്കെ തോന്നി. കാരണം ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവരെങ്ങനെയാണ് ഇരിക്കുന്നത്, അവരെവിടെ എത്തിപ്പെട്ടു, അവരേത് അവസ്ഥയിലാണ്, എന്തൊക്കെയാണെന്നൊക്കെ അറിയാനൊരു ഭയങ്കര സന്തോഷം എനിക്കുണ്ട്, ആകാംക്ഷയുണ്ട്. അങ്ങനെ ഹോളി ക്രോസിൻ്റെ 2000 ബാച്ചിൽ കുറച്ച് പേരും, ഒത്തിരി പേരുള്ളവരിൽ കുറച്ച് പേര് അവർ ഫാമിലിയും കൂടി അവർ കേക്ക് മുറിക്കുകയാണ്. സ്റ്റുഡൻസും ഡാഫ്നി സിസ്റ്ററും. ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു മുഹൂർത്തമായിട്ട് എനിക്ക് തോന്നി. അവരെപ്പോലെ തന്നെ ആ സന്തോഷത്തിൽ എനിക്കും എന്നെപ്പോലെ അവരുടെ പാതി ബെറ്റർ ഹാഫ്സിനും അത് സന്തോഷം തോന്നിയൊരു നിമിഷമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചെറിയ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, സാറാമോ ആണ് ആദ്യം ഒരു പാട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്ത്, കാക്കേ കൂടെവിടെ എന്നുള്ള പാട്ടും ആലപിച്ചുകൊണ്ട് അവൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഞെട്ടിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡാഫ്നി സിസ്റ്ററിൻ്റെ ഒരു പ്രസംഗമായിരുന്നു. സിസ്റ്റർ ഇവിടുത്തെ ഈ കുസൃതി കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കുറച്ച് കഥകളൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അത് കേട്ടോണ്ടിരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് അഞ്ജനയുടെ 2 കുഞ്ഞുങ്ങൾ നല്ലൊരു അടിപൊളി പാട്ടൊക്കെ പാടി. ഭയങ്കര രസം തോന്നി. അഞ്ജന അവർ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഒരു നല്ല ക്യൂട്ട് മൊമെൻ്റായിട്ട് തോന്നി. അവർ നന്നായിട്ട് പാട്ട് പാടിയ കുഞ്ഞുങ്ങൾ. ഇവരൊക്കെ വളരെ ദൂരത്തുനിന്ന് വന്നതാട്ടോ. ഈ 3 to 4 hours വേണ്ടിയിട്ട് ഒരുപാട് ദൂരത്തുനിന്ന് വന്നതാണ്. ഇത് നമ്മുടെ ഡോക്ടർ ഷെമിലിൻ്റെയും ഡോക്ടർ ചിപ്പിയുടെയും പൊന്നോമന പുത്രിയാണ് അന്നമ്മ, ഞങ്ങളുടെ അന്നമ്മ കൊച്ച്. അവളൊരു നല്ല ഭക്തിഗാനം ആലപിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് ഇതെൻ്റെ പൊന്നോമന കെട്ടിയോൻ പാട്ടൊന്നും പാടുന്നതല്ല കേട്ടോ. ഇവരുടെ ക്ലാസ്സിൽ ഇവരുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ബാക്കിയുള്ളവർ കയ്യിലെടുത്ത് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഇത്. അഞ്ജനയുടെ അനുഭവങ്ങളും ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു നിമിഷമാണിത്.
ഇതിൻ്റെ ഇടയ്ക്ക് ലൂയിസിൻ്റെയും അന്നമ്മയുടെയും കുഞ്ഞാവ അവിടെ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഇത് ഡോക്ടർ റോഷി. പുള്ളിക്കാരൻ്റെ ഫാമിലി പുള്ളിക്കാരൻ കൊണ്ടുവന്നിരുന്നില്ല. പക്ഷേ ഡോക്ടർ റോഷിയെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പുള്ളിക്കാരൻ്റെ ഓർമ്മകളെല്ലാം പങ്കുവയ്ക്കുമായിരുന്നു. ഈ സമയത്ത് എല്ലാവരും ഇവരുടെ ക്ലാസ്മേറ്റ്സ് അവരവരുടെ ഓർമ്മകളും അവരുടെ നല്ല ഓർമ്മകളും ഒക്കെ ഇത് ചെയ്യുമായിരുന്നു. ഡോക്ടർ ഷെമിലായിരുന്നു ഇവരുടെ ക്ലാസ്സിലെയും ഇവരുടെ സ്കൂളിലെയും വലിയ പുള്ളി എന്നുള്ളത് എനിക്ക് ഇതിലാണ് മനസ്സിലായത് കേട്ടോ. ഈ ഒരു നിമിഷത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ ദുബായിലെ ബിബിനില്ലേ, അവനെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള, അതായത് ജെൻസിന് വഴി ക്ലോസ് ആയിട്ടുള്ള 4 ആളുകൾ എന്ന് പറയുന്നത് ബിബിനും ഈവൻ അപ്പുവും പിന്നെ ഷെമിലും പിന്നെ മെൽവിനൊക്കെയാണ് കേട്ടോ. ഇവരെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാ വർഷവും മിക്കപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കളിക്കുന്ന രംഗമാണ്. നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു, ബുഫേ ഉണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഏതാണെങ്കിലും വളരെ നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ചോളം ഞാൻ മിസ് ചെയ്തതൊക്കെ എനിക്ക് എങ്ങനെയൊക്കെയോ ഇവിടെ നിന്നൊക്കെയോ തിരിച്ച് കിട്ടിയ പോലെ. പിന്നെ ഏറ്റവും സന്തോഷമെന്ന് പറയട്ടെ, എൻ്റെ ഈ യൂട്യൂബ് ഫോളോവേഴ്സിൽ കുറേ പേര് ഈ ജെൻസിൻ്റെ ക്ലാസ്മേറ്റ്സ് ആണെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അവരെയൊക്കെ കാണാൻ പറ്റി, അവർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എനിവേ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ബെൽ ഐക്കൺ അമർത്താനും മറക്കണ്ട.